മുസ്ലിങ്ങൾ ആണെന്ന കാരണത്താൽ മാത്രം 50,000 വോട്ടുകൾ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്ന് മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിമാറ്റിയതായി പ്രതിപക്ഷം രാജ്യസഭയിൽ ആരോപിച്ചു. ഇത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന് തന്നെ അപമാനകരമാണെന്നും പ്രതിപക്ഷം പറയുന്നു. പല പാർട്ടിയിൽ നിന്നുള്ള എംപിമാരും ഇതിനെതിരെ ശക്തമായി വാദിച്ചു. മുതിർന്ന SP നേതാവും രാജ്യസഭാ കക്ഷി നേതാവും അന്തരിച്ച മുലായം സിംഗ് യാദവിൻ്റെ സഹോദരനുമായ രാം ഗോപാൽ യാദവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിനും നിയന്ത്രണത്തിനുമുള്ള ബില്ലിന്മേലുള്ള ചർച്ചയിൽ കമ്മീഷനെതിരെ ഈ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. പേര് മാത്രം നോക്കി മുസ്ലിമാണെന്ന് കണ്ട് 50,000 വോട്ടുകൾ മൊറാദാബാദിൽ നിന്ന് വെട്ടിമാറ്റി ഇതിനെതിരെ പരാതിയുമായി കമ്മീഷന് മുന്നിൽ താൻ ചെല്ലുകയുണ്ടായി. എന്നാൽ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ജനങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ പോലീസുകാർ അടിച്ചോടിക്കുന്നത് നോക്കി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടേതെന്ന് രാം ഗോപാൽ യാദവ് വിമർശിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ചും പരാതിപ്പെട്ടു. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതിയും കേട്ടില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് എങ്ങനെ നീതിപൂർവമായി നടത്താൻ ആകുമെന്നും യാദവ് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ പിഴവുകൾ മാത്രം കുറ്റമായി കാണുന്ന, വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ കമ്മീഷനാണ് ഇപ്പോൾ നമുക്കുള്ളതെന്ന് NCP നേതാവ് വന്ദന ചവാനും പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും മറ്റുള്ള കമ്മീഷണർമാരെയും നിയമിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ബിൽ അല്ല, അത് ഒരു ബുൾഡോസർ ആണെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചദ്ദയും കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച ജമ്മു കാശ്മീർ ബിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ സുപ്രീം കോടതി വിധിക്കെതിരെ സംസാരിക്കുന്നത് വിലക്കിയ അതേ രാജ്യസഭയിലാണ് സുപ്രീം കോടതി വിധിക്കെതിരെ ഈ ബിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ജനതാദൾ യു നേതാവ് രാംനാഥ് ഠാക്കൂർ പറയുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിക്കാത്ത ഈ ബിൽ പിൻവലിക്കണമെന്ന് ഠാക്കൂർ ആവശ്യപ്പെടുകയും ചെയ്തു. സുപ്രീം കോടതി വിധി പ്രകാരം കമ്മീഷനെ നിഷ്പക്ഷമാക്കാൻ നടപടിയെടുക്കുന്നതിന് പകരം കൂടുതൽ പക്ഷപാതപരമാക്കുകയാണ് ചെയ്തതെന്ന് ശിവസേന MP പ്രിയങ്ക ചതുർവേദിയും പറയുന്നു. സെലക്ഷൻ കമ്മിറ്റിയിലെ 2 പേരെയും ഭരണപക്ഷത്ത് നിന്നാക്കി ഭൂരിപക്ഷ തീരുമാനം അടിച്ചേൽപ്പിച്ചാൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം തകരുമെന്ന് അസമിൽ നിന്നുള്ള അജിത് കുമാർ ഭുയാൻ MP-യും പറയുന്നുണ്ട്. എന്നാൽ ഷാബാനു കേസിൽ സുപ്രീം കോടതി വിധി മറികടന്നവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറ്റപ്പെടുത്തതെന്ന് BJP നേതാവ് ഡോക്ടർ K. ലക്ഷ്മൺ കേന്ദ്ര സർക്കാർ നിലപാടിനെ ന്യായീകരിക്കുകയുണ്ടായി. നവീൻ ചൗളയെയും MS ഗില്ലിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആക്കിയതിലെ കോൺഗ്രസിൻ്റെ ദുരുദ്ദേശം എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിയമമന്ത്രി അർജുൻ സിംഗ് മേഘ്വാളും സർക്കാരിനെ ന്യായീകരിച്ചു. പ്രതിപക്ഷം എത്രയൊക്കെ പ്രതികരണം നടത്തിയാലും BJP സർക്കാർ അവരുടെ അജണ്ടയിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്നതാണ് സത്യം. അവർക്ക് ഭരണ തുടർച്ച എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. വർഗീയതയിൽ ഊന്നി തന്നെ അടുത്ത ഇലക്ഷനിലും വോട്ടുകൾ പിടിക്കും, ജയിക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണവർ. ഒരു പ്രദേശത്തെ 50,000 മുസ്ലിം വോട്ടുകൾ വെട്ടിമാറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിനെതിരെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകേണ്ടത് ഇലക്ഷനിലാണ്. അതുമാത്രമാണ് ഇപ്പോൾ ഈ വർഗീയതയ്ക്കെതിരായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.